നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പാലാ മുണ്ടാങ്കലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരിച്ചു. പാലാ കൊട്ടാരമറ്റം മീനച്ചിൽ അഗ്രോ സൊസൈറ്റി ജീവനക്കാരിയായ ധന്യ സന്തോഷ്, പ്രവിത്താനം അല്ലപ്പാറ, പാലക്കുഴിക്കുന്നേൽ ജോമോൾ സുനിൽ എന്നിവരാണ് മരിച്ചത്. ജോമോളുടെ മകൾ പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നമോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അമിത വേഗതയിൽ എത്തിയ കാർ 2 സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് അപകടം. ഒരു സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്ത്രീയും മറ്റൊരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന അമ്മയും മകളുമാണ് അപകടത്തിൽപ്പെട്ടത്. പാലായിൽ നിന്ന് മുണ്ടാങ്ക പള്ളിയുടെ ഭാഗത്ത് ഭയങ്കര ഇരപ്പ് കേട്ടാണ് ഞാൻ നോക്കുന്നത്. കാറ് ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത സ്പീഡിൽ വന്ന് ഞാനിവിടെ കടയുടെ ഭാഗത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ വണ്ടി വന്ന് പാസ് ചെയ്ത് എൻ്റെ കട കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടു കൂടി ഇടിച്ച് അടുത്ത മതിലേൽ പോയി ഇടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ഞാനിവിടുന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഒരു റോഡിൻ്റെ ഇടത്ത് സൈഡിൽ ഒരു അമ്മയും മകളും കിടക്കുന്നു. റോഡിൻ്റെ വലത്ത് സൈഡിൽ വേറൊരു സ്ത്രീയും കിടക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കാണുന്നത്. 3 പേർക്കും അന്നേരം പൾസ് ഉണ്ടായിരുന്നു. അന്നേരം തന്നെ അതിൽ വന്ന വണ്ടിയിൽ വേറെ ആളുകളും ഉണ്ടായിരുന്നു. വണ്ടിയെ വന്ന ആളുകളും പിന്നെ തൊട്ടടുത്ത കമ്പനിയിലെ ആളുകളും ഞാനും എല്ലാവരും കൂടി 3 കാറിലായിട്ട് ഈ 3 പേരെ കയറ്റി വിട്ടു. അമിത വേഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേഗതയായിരുന്നു. മഴയുണ്ടായിരുന്നു, നല്ല മഴയുമായിരുന്നു. അപ്പം വേഗതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയല്ല. ഒരു കൂട്ട് വേഗതയിലായിരുന്നു. എന്താ പറയുന്നത്, അതുപോലെയുള്ള ഒരു എരപ്പ വണ്ടിയുടെ കേട്ടത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്ന് ഛത്തീസ്ഗഡിലാണെങ്കിൽ നാളെ കേരളത്തിലും വരാതിരിക്കാനുള്ള പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങണമെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ന്യായാധിപന്മാരെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘം വളർന്നാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് വെട്ടിക്കളയാനുള്ള ആർജവം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അപകടത്തിലാവും എന്നുള്ളതിനുള്ള തെളിവാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. വലിയ ദുഃഖം നൽകുന്നൊരു കാര്യം. ഒരു ആൾക്കൂട്ടങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവർ തെറ്റ് ചെയ്തോ ഇല്ലയോ. ഈ പ്രശ്നം ഞാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേരിൽ ആ ലോക്കൽ ന്യൂസുകാരൻ പറഞ്ഞ FIR എടുക്കണമെന്ന് പോലീസിനോട് പറയും. FIR എടുക്കണമെന്ന്. അത് 3 പ്രാവശ്യം എന്റെ കാലുകൊണ്ട് ചവിട്ടി രാവിലെ തൊട്ട് ചവിട്ടുമാണ്. ഇപ്പൊ FIR ഇടണം. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കൂട്ടത്തിന്റെ ഒരു മോഡൽ. ഒരാള് എരിയേറ്റിയാൽ മതി, അപ്പൊ എല്ലാവരും അതിന്റെ പുറകെ പോവാം. തീർച്ചയായിട്ടും മനുഷ്യത്വപരമായിരിക്കണം നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ, ആർജവത്തോടുവരായിരിക്കണം നമ്മുടെ നിയമപാലകർ. അവർ ഭയപ്പെടാത്തവരായിരിക്കണം. എന്ത് തീരുമാനമെടുത്താലും ഭയപ്പെടാത്തവരായിരിക്കണം നമ്മുടെ ന്യായാധിപന്മാർ. ഇവിടെ ന്യായാധിപന്മാരെ പോലും ഭയപ്പെടുത്തുവാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾ വളർന്നാൽ ആ പെരയ്ക്ക് മകളിൽ വളരുന്ന മരത്തെ വെട്ടിക്കളയുവാനുള്ള ആർജവത്വം ഇവിടുത്തെ നിയമ സംവിധാനത്തിന് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അപകടത്തിലായിരിക്കുമെന്നുള്ളതിന് തെളിവാണ് ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റർമാരുടെ അറസ്റ്റ്. അതിനെ തുടർന്ന് നടന്ന സംഭവങ്ങൾ വളരെ ഖേദകരമായുള്ള കാര്യം. ഇന്ന് ഛത്തീസ്ഗഡായിരിക്കും, നാളെ കേരളത്തിലായിരിക്കും. ഇത് ഛത്തീസ്ഗഡ് അത് നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ആ കാര്യത്തിൽ ഇടപെട്ടത്. അതിൽ 2 സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ അതും തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കമാണ്. ആ കേസ് റദ്ദാക്കുന്നത് വരെ നീതി നടപ്പിലാവത്തില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാർഷിക മേഖലയിൽ വൻ നാശം വിതയ്ക്കുന്നതിനൊപ്പം കാട്ടാനകൾ വിദ്യാഭ്യാസത്തിനും ഭീഷണിയാകുന്നു. ജീവൻ പണയം വെച്ച് സ്കൂളിലെത്തേണ്ട ഗതികേടിലാണ് കൊമ്പുകുത്തി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കോരുത്തോട് പെരുവന്താനം പഞ്ചായത്തുകളുടെ വനാതിർത്തി മേഖലയായ കൊമ്പുകുത്തിയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ ഏക ആശ്രയമാണ് കൊമ്പുകുത്തി സർക്കാർ ഹൈസ്കൂൾ. എന്നാൽ ഇവിടേക്കുള്ള യാത്ര വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുകയാണ്. രാവിലെ 9-ന് മുൻപ് അധ്യാപകർ സ്കൂളിലെത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ മേഖലയിലേക്കുള്ള ഏക ബസ് മുണ്ടക്കയത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് രാവിലെ 8:45-നാണ്. സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ 9:30 കഴിയും. ഇതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് അധ്യാപകർ. ഇത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആനയെ പേടിച്ചു വേണം യാത്ര ചെയ്യാൻ. പെരുവന്താനം പഞ്ചായത്തിലെ TR&D എസ്റ്റേറ്റിലെ ചേന്നാപ്പാറ, മതമ്പ അടക്കമുള്ള മേഖലകളിലെ കുട്ടികളും പഠിക്കുന്നത് കൊമ്പുകുത്തി സ്കൂളിലാണ്.
ജീപ്പ്, ഓട്ടോറിക്ഷ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആശ്രയം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ചിരുന്ന ജീപ്പിന് മുന്നിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. അന്ന് അത്ഭുതകരമായിട്ടാണ് വിദ്യാർത്ഥികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 5 മാസത്തിനിടെ പെരുവന്താനം കോരുത്തോട് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. 2 പേരെയും കൊലപ്പെടുത്തിയത് ഒരേ ആന തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അക്രമകാരിയായ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ ആളുകൾ കടുത്ത ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്ന അക്രമകാരിയായ ആന പതിയിരുന്നാണ് മനുഷ്യരെ ആക്രമിക്കുന്നതെന്നും പറയുന്നു. ആനയുടെ സാന്നിധ്യം മനുഷ്യർ തിരിച്ചറിയുമ്പോഴേക്കും ആക്രമണമുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. NCP-S വൈക്കം ബ്ലോക്ക് ശില്പശാല ഉഴവൂർ വിജയൻ നഗറിൽ നടന്നു. NCP-S ബ്ലോക്ക് പ്രസിഡന്റ് P. അമ്മിണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. NCP-S സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഐയുടെ ദുർവാശിയാണ് ഇന്ത്യയിൽ BJPക്ക് വളരാൻ മാർഗം ഉണ്ടാക്കിക്കൊടുത്തത് എന്നും ആ കോൺഗ്രസുകാർ വൈകുന്നേരങ്ങളിൽ RSS ആയി മാറുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ ചെറുകര, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കോട്ടിൽ, സംസ്ഥാന സെക്രട്ടറി TV ബേബി, മുരളി പുത്തൻവേലി, ബെന്നി മൈലാടൂർ, ഷിബു P. അറക്കൽ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാക്കന്മാരെ ആദരിച്ചു. തുടർന്ന് ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ PK രാജൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. തുടർന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ P. അമ്മിണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അജീഷ് കുമാർ, കാണക്കാരി അരവിന്ദാക്ഷൻ, റഷീദ് കൊട്ടപ്പള്ളി, അഡ്വക്കേറ്റ് നവീൻ ചന്ദ്രൻ, അക്ഷയലാൽ എന്നിവർ സംസാരിച്ചു. പ്രായോഗികമാക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം കൈമടക്കിയത്. പക്ഷേ 1980 അത് സാക്ഷാത്കരിക്കപ്പെട്ടു. ഇന്ന് കേരളം ഭരിക്കുന്നത് 2ാം തവണയും തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോട്ടങ്ങളുണ്ട്, കുറേയൊക്കെ ന്യൂനതകളുണ്ട്, കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാം ശരിയായി എന്ന് പറയുന്നില്ല. പക്ഷേ ശരിയേക്കുള്ള പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി, മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ് നീതി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തമാക്കാൻ, കരുത്തുറ്റതാക്കാൻ, ഗ്രാമാന്തരങ്ങളിൽ അതിൻ്റെ സന്ദേശം എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് NCP. പല പരീക്ഷണങ്ങളെയും നേരിട്ടുകൊണ്ടാണ് നമ്മൾ NCPയും NCP-Sമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ ആ പരീക്ഷണങ്ങളിൽ പതറാതെ, ആ പ്രതിസന്ധികളിൽ തകരാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടായ്മയാണ്. പ്രത്യയശാസ്ത്രങ്ങൾ പഠിച്ചോ, മാനിഫെസ്റ്റോകൾ വായിച്ചോ, പാർട്ടി ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചോ അല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്നത്. നമുക്ക് മുന്നിലുള്ള ആളുകളെയും നമ്മുടെ പിന്നിലുള്ള ആളുകളെയും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെയും ജീവിതചര്യകളുമായി, അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ പ്രസംഗങ്ങളും വാക്കുകളും പ്രവൃത്തികളും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് പലരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും പ്രവർത്തകരാകുന്നതും. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം കുറെ കൂടെ ശക്തമാക്കാൻ, ഉജ്ജ്വലമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ആ കരുത്ത് തെളിയിക്കേണ്ടത്? അത് CPM-നെ വളർത്തിക്കൊണ്ടോ CPI-യെ വളർത്തിക്കൊണ്ടോ അല്ല. ശക്തമായ മഴ പെയ്താൽ കോട്ടയം ജില്ലയിൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമായി കരൂർ പള്ളിഭാഗം മാറിയിരിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ. പാലാ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ മഴക്കാലമായിട്ടും തുറക്കാത്തതിനാലാണ് പ്രദേശത്ത് ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. മുനിസിപ്പൽ അധികൃതരുടെ അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും സജി കുറ്റപ്പെടുത്തി. അടിയന്തരമായി ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് പ്രശ്നം പരിഹരിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പാലായിൽ നിന്നും നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന ബസ് യാത്രക്കാരുമായി കരൂർ ഭാഗത്ത് റോഡിൽ കയറിയ വെള്ളത്തിൽ കുടുങ്ങി. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ബസ് തള്ളിക്കയറ്റിയതിനാലാണ് വൻ അപകടം ഒഴിവായത്. ഈ പ്രദേശത്ത് വെള്ളം കയറ്റം സ്ഥിരമായതിനാൽ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ മുനിസിപ്പാലിറ്റിയിലെ കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാം, ആ ചെക്ക് ഡാം മഴക്കാലമാകുമ്പോഴും ആ ചെക്ക് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാത്തത് മൂലം ഇന്ന് കരൂര് പള്ളി പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശം റോഡിൽ കോട്ടയം ജില്ലയിൽ ആദ്യം ഒരു നല്ല മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമായി ഇന്ന് കരൂർ പ്രദേശം മാറിയിരിക്കുകയാണ്. ഇതുമൂലം വലിയ അപകടങ്ങൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വലിയൊരു അപകടമുണ്ടായി, അത് ഒഴിവായി. നമുക്കറിയാം, 5:30-ക്ക് പാലായിൽ നിന്ന് പുറപ്പെടുന്ന നിലമ്പൂർ ബസ്, ആ ബസ് നേരെ ആ വെള്ളത്തിൽ വന്ന് കുടുങ്ങി ഈ വലിയ അപകടമുണ്ടായി. നാട്ടുകാർ ഓടിക്കൂടി ആ ബസ് തള്ളി മാറ്റിയത് കൊണ്ടാണ് അപകടം ഒഴിവായത്.
ഇത് പാലാ മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ് ഈ പ്രശ്നത്തിന് കാരണം. മുനിസിപ്പൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ചെക്ക് ഡാം തുറന്നു വിടണം. കരൂരിലെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യാത്ര ചെയ്യാൻ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ പോവുകയാണെന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട ശേഷം പാലാ സ്വദേശിയായ യുവാവ് തൂങ്ങി മരിച്ചു. രാമപുരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മരങ്ങാട്ടിലാണ് സംഭവം. മീനച്ചിൽ അമ്പാട്ട് ആൽബിൻ ബിനോയിയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. മരങ്ങാട് ബിനോയിയും പിതാവും ചേർന്ന് നടത്തിയിരുന്ന ഫാം ഹൗസിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ കിടത്തി ചികിത്സ നിഷേധിച്ച് ഗവൺമെന്റ് ആതുരാലയങ്ങൾ. ജില്ലയിൽ 402ഓളം കിടപ്പുരോഗികൾക്കുള്ള കിടക്കകൾ പ്രയോജനമില്ലാതെ നശിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായതോടുകൂടിയാണ് കിടത്തി ചികിത്സ മുടങ്ങിയത്. ഇടുക്കി ജില്ലയിൽ 24 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലായി കിടത്തി ചികിത്സ നൽകുവാൻ 504 കിടക്കകളുണ്ട്. എന്നാൽ 3 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ കിടത്തി ചികിത്സയുള്ളൂ എന്നതാണ് വസ്തുത. ഇവിടെയുള്ളതാകട്ടെ 102 കിടക്കകൾ മാത്രം. അതേസമയം ഇവിടെ നടക്കുന്നത് പേരിന് മാത്രമുള്ള കിടത്തി ചികിത്സയുമാണ്. ബാക്കി 402 കിടക്കകൾ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ്. കിടത്തി ചികിത്സ നിലച്ച ആശുപത്രികളെല്ലാം മുൻപ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. അക്കാലത്ത് മിക്കതിലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. പിന്നീട് ഇവ കുടുംബാരോഗ്യ കേന്ദ്രമായപ്പോഴാണ് കിടത്തി ചികിത്സ നിലച്ചത്. ദേവികുളം, കാമാക്ഷി, വാഴത്തോപ്പ്, ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 10 വീതവും കരുണാപുരം, വാത്തിക്കുടി, കോടിക്കുളം, കുമാരമംഗലം, അയ്യപ്പൻകോവിൽ, കൊക്യാർ, ഇളന്തേശം, കാഞ്ചിയാർ, കഞ്ഞിക്കുഴി, രാജകുമാരി തുടങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 24 വീതവും കിടക്കകളും മുട്ടത്ത് 16, പുറപ്പുഴ 8, പെരുവന്താനം 4, രാജാക്കാട് 16, ചിത്തിരപുരം 34, വണ്ടൻമേട് 44, ഉപ്പതറ 30 എന്നിങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സയ്ക്കുള്ള കിടക്കകളുള്ളത്. ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഇവിടെയുള്ള നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ കിടത്തി ചികിത്സ നിഷേധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഈ വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് പൊതുജനം മനസ്സിലാക്കുന്നത്. ഇത് വളരെയധികം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണം ഇടുക്കിയെ സംബന്ധിച്ച് നല്ല ഹോസ്പിറ്റൽ ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വകാര്യ രോഗികളെ സഹായിക്കുക മാത്രമല്ല, അന്യ ജില്ലകളിൽ നിന്നുള്ള DMOമാർ വന്ന് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഓവർ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു മുൻകൈ എടുക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അതുമാത്രമല്ല, ഈ ജില്ലയെ സംബന്ധിച്ച് ഈ മന്ത്രിയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ ഒരു ആക്ഷേപവും ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ജനം ഒന്നിച്ചിറങ്ങി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായിട്ട് നൽകുകയാണ്. ജില്ലയിൽ 51 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ആകെയുള്ളത്. ഇതിൽ സായാഹ്ന OP ഉള്ളത് 3 എണ്ണത്തിൽ മാത്രമാണ്. വൈകിട്ട് 4 വരെ OP ഉള്ളത് 5 എണ്ണത്തിലും. സർക്കാർ ആതുര സേവനങ്ങളെ അട്ടിമറിക്കാൻ സ്വകാര്യ ആശുപത്രി ലോബികൾ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആതുര സേവന രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. MDMA കടത്തിയ കേസിൽ പാലാ സ്വദേശിനി ബാംഗ്ലൂരിൽ അറസ്റ്റിൽ. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അനുവിനെയാണ് കേരള പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിവിധയിടങ്ങളിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചായിരുന്നു ലഹരി വിപണനം. ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയായിരുന്നു അനു. കഴിഞ്ഞ ദിവസം മുട്ടത്തറ സ്വദേശി ഗോപകുമാറിനെ 32 ഗ്രാം MDMAയുമായി പോലീസ് പിടികൂടിയിരുന്നു. അതിന്റെ അന്വേഷണമാണ് പാലാ സ്വദേശിനിയായ അനുവിന്മേൽ എത്താൻ പോലീസ് സംഘത്തെ സഹായിച്ചത്. സാരഥി സോഫ്റ്റ്വെയർ പണിമുടക്കിയതോടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ തടസ്സപ്പെടുന്നു. സോഫ്റ്റ്വെയർ തുടർച്ചയായി തകരാറിലാകുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള സാരഥി സോഫ്റ്റ്വെയർ വഴിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 3 ആഴ്ചയായി ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന സോഫ്റ്റ്വെയർ മൂലം അപേക്ഷ സമർപ്പിക്കാനോ പുതുക്കാനോ കഴിയാതെയായി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലേണേഴ്സും മുടങ്ങി. കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന്റെ മല്ലപ്പള്ളി ഓഫീസിൽ ലേണേഴ്സ് എടുക്കുവാൻ വന്നയാൾ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം കുഴഞ്ഞു വീണു.
പുലർച്ചെ 6:30 മുതൽ ഓഫീസിൽ വന്നു നിന്ന പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. വൈകിട്ട് 4 മണി കഴിഞ്ഞാലും തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. സിസ്റ്റം ഡൗൺ ആണെന്നാണ് പറഞ്ഞത്. രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. അത് ഇപ്പം മണി 3:30 ഇപ്പം വിളിച്ചും കിട്ടി കൊടുത്തു. ഭക്ഷണം പോലും കഴിക്കാൻ ഇവിടെ കാവൽ നിൽക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ആർട്ടിയോട് സംസാരിച്ചായിരുന്നു. പുള്ളി വളരെ നീറ്റായിട്ട് പറഞ്ഞു അവരുടെ കുറ്റമല്ല, മൊത്തം പോയി കിടക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കരുതെന്ന്. ഇത് 3-ാമത്തെ ദിവസം. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മല്ലപ്പള്ളി ജോയിന്റ് RTO മുരളീധരൻ ഇളയത് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിൽ ഈ ലേണേഴ്സ് ലൈസൻസ് നടത്തുന്നത് സാരഥി എന്നുള്ള സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ സാരഥി സോഫ്റ്റ്വെയർ 2-3 ആഴ്ചകളിലായിട്ട് അതിനൊരു ലാഗിങ് ഉണ്ട്. ആ ലാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ലാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെയും മല്ലപ്പള്ളി ഓഫീസിലും അതിൻ്റേതായിട്ടുള്ള ചില ഇത് വന്നിട്ടുണ്ട്. അപ്പം എന്നാലും 2 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ലാഗിങ് വരുന്നതുകൊണ്ട് ഉച്ചവരെയൊക്കെ ആയിട്ട് താമസം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റീവായിട്ടുള്ള ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിനകം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതിൻ്റെ പ്രശ്നങ്ങൾ അതായത് ടെക്നിക്കൽ വിഷയമാണ്. ടെക്നിക്കൽ വിഷയം പരിഹരിക്കാനായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ 18 വർഷമായി സീഡിറ്റിന്റെ സഹായത്താലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പല സോഫ്റ്റ്വെയറുകളും പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഇവരുടെ കാലാവധി 1 മാസം മുൻപ് അവസാനിച്ചിരുന്നു. എന്നാൽ അത് പുതുക്കി നൽകാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് വിളയങ്കോട് ഇന്റർമിക്സ് ഫാക്ടറിയിൽ തൊഴിലാളികൾ ഫാക്ടറി മാനേജരെയും ഓഫീസ് ജീവനക്കാരെയും ഓഫീസ് ഷട്ടറിട്ട് പൂട്ടി 3 മണിക്കൂറോളം തടഞ്ഞുവെച്ചു. ഫാക്ടറി മാനേജർ UU തോമസ് അടക്കമുള്ള മാനേജ്മെന്റ് ജീവനക്കാരെയാണ് തടഞ്ഞുവെച്ചത്. വൈകിട്ട് 5 മണിയോടെ തടഞ്ഞുവെച്ച ഇവരെ രാത്രി പോലീസ് എത്തി മോചിപ്പിച്ചു. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ കീഴിൽ ഞീഴൂർ പഞ്ചായത്തിലെ വിളയങ്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത്. 5 വർഷം കഴിയുമ്പോഴും തൊഴിലാളികളുടെ വേതന പരിഷ്കരണം നടത്തിയിട്ടില്ല. തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി നോട്ടീസ് നൽകിയെങ്കിലും ചർച്ച ചെയ്ത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എന്നാൽ സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥർക്ക് വൻ ശമ്പള വർധന നടപ്പാക്കിയിട്ടും തൊഴിലാളികൾക്ക് ശമ്പള വർധനയും ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്നാരോപിച്ചാണ് INTUC, CITU, KTUC-M സംഘടനകളിൽപ്പെട്ട തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ഇന്ന് കേരള സമൂഹത്തിൽ കാണുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണം +2 വിദ്യാഭ്യാസം PJ ജോസഫ് നടപ്പിലാക്കിയതുകൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. കേരള യൂത്ത് ഫ്രണ്ടിന്റെ ഉടുമ്പന്നൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ മുന്നണിയിൽ എതിർപ്പ് വകവയ്ക്കാതെ നടപ്പിലാക്കിയ +2 വിദ്യാഭ്യാസം മൂലം യുവജനങ്ങൾക്ക് ആരോഗ്യമേഖലയിലും വിവരസാങ്കേതിക വിദ്യാഭ്യാസത്തിലും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. അങ്ങനെ തങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഗുണപ്രദമായ സാമ്പത്തിക മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചുവെന്നും അപ്പു അഭിപ്രായപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് അബിൻ ടോമിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബ്ലേസ് ജി വാഴയിൽ, ക്ലമന്റ് ഇമ്മാനുവൽ, ബിജോ ചേരിയിൽ, AJ മാമച്ചൻ, ടോമി കൈതവേലി, ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. ഭരണഘടനാ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികര് അവരുടെ ചുവരയും വിയർപ്പും അധ്വാനവും അവരുടെ ജീവിതവും ഒക്കെ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന ഒരു പാരമ്പര്യവും ഒരു സ്വാതന്ത്ര്യവുമൊക്കെ ഇന്ന് പല രീതികളിലും ഹനിക്കപ്പെടുന്ന ഒരു സാമൂഹിക കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ വിഘാതം വരുന്ന രീതിയിൽ പല മേഖലകളും നമ്മൾ കാണുന്നുണ്ട്. നാനാത്വത്തിലെ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നത് നമ്മൾ വളരെ പറയുന്നത് അഹങ്കാരത്തോടെ പറയുന്നു. നമ്മുടെ ലീഡേഴ്സ് പ്രൗഡ്.
അതുപോലെ ലോകത്തിനെമ്പാടും മാതൃകയായിട്ട് ഇന്ത്യയിലെ ഈ പറയുന്ന വിവിധ ഭാഷകളിലും വിവിധ സംസ്കാരങ്ങളിലും വിവിധ വേഷവിധാനങ്ങളിലും വിവിധ ഭക്ഷണ രീതികളിലും വിവിധ കാഴ്ചപ്പാടിലുമൊക്കെ ഉള്ള 140 കോടിയോളം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് ഇന്നൊരു ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആസന്നമായിരിക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത്, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഒരു നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനം നമുക്കറിയാം 130 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു ചെറിയ പാവയ്ക്ക രൂപത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വകഭേദമില്ലാതെ ഈ 130 കോടി ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഓണം ഉണ്ടെന്ന നമ്മുടെ ഈ മതേതര സംസ്ഥാനത്ത് ഇന്ന് ജാതിയുടെ മതത്തിന്റെയും പേരിൽ വിഷവിത്തുക്കൾ വിതറി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലും നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിലും മുളപ്പിച്ച് ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ SH ജംഗ്ഷന് സമീപം മണ്ണിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടു. ഈ ഭാഗത്ത് ടാങ്കറിലെത്തിക്കുന്ന ശുചിമുറി മാലിന്യം പതിവായി തള്ളുന്നതാണ് മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പ്രവേശന കവാടത്തിനും SH ജംഗ്ഷനും ഇടയിലാണ് റോഡിനടിയിലെ മണ്ണിടിഞ്ഞ് ഗർത്തമുണ്ടായത്. കലുങ്കിനോട് ചേർന്നുള്ള ഭാഗത്താണിത്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗമാണിത്. മണ്ണൊലിച്ചുപോയി എത്രത്തോളം ഗർത്തമുണ്ടായെന്ന് പരിശോധിക്കേണ്ടതാണ്. 12 അടിയോളം താഴ്ചയുള്ള ചതുപ്പാണ് റോഡിനോട് ചേർന്നുള്ളത്. വാഹനങ്ങൾക്ക് സൈഡ് നൽകുമ്പോൾ ഈ ഭാഗം ഇടിഞ്ഞു വീണ് വൻ ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ട്. റോഡരികിലെ മരവും അപകട ഭീഷണിയിലാണ്. മണ്ണൊലിച്ചുപോയി മരത്തിന്റെ വേരുകൾ തെളിഞ്ഞു. മറിഞ്ഞു വീണാൽ റോഡിന്റെ ഒരു ഭാഗം ചതുപ്പിലേക്ക് പതിക്കും. ജല അതോറിറ്റിയുടെ പൈപ്പും റോഡരികിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ടാങ്കറിൽ എത്തിക്കുന്ന ശുചിമുറി മാലിന്യം പതിവായി തള്ളുന്നതാണ് മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ടാങ്കറിൽ നിന്നും ഹോസിലൂടെ ശക്തിയിൽ മലിനജലം ഒഴുക്കിവിടുമ്പോഴാണ് വശങ്ങൾ ഇടിയുന്നത്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.